ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എല്ലാം മെസ്സേജ് അയച്ച് ചോദിച്ചൊരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതായത് അവരുടെ ചാനൽ 4000 മണിക്കൂർ അതുപോലെ 1000 സബ്സ്ക്രൈബേഴ്സ് എല്ലാം തികഞ്ഞു. അതിനുശേഷം ചാനൽ മോണിറ്റൈസ്ഡ് ആവുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം അവർ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് അവർ ചോദിച്ചിരുന്നത്. അതുപോലെ അവർ ഒരു കാര്യം അവരുടെ ചാനലിൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർക്ക് കുറച്ച് റവന്യൂ എല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു. അതിനാൽ തന്നെ എന്താണ് ഈ കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ഇത്തരത്തിൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ എല്ലാം അപ്രൂവ് ആയതിനു ശേഷം നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഇതിൽ നമുക്കൊരു ഓപ്ഷൻ ലഭിക്കും. ആ ഒരു ഓപ്ഷനിൽ പോയതിന് ശേഷം നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെയും ആഡുകളെല്ലാം തന്നെ നമ്മൾ ഓൺ ചെയ്തിരിക്കണം. അതായത് മോണിറ്റൈസേഷൻ ഓൺ എന്നത് നമ്മൾ എല്ലാ വീഡിയോസിനും ചെയ്തിരിക്കണം. അതിനാൽ തന്നെ ഒരു ഡോളർ സിമ്പൽ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. സാധാരണ ഗ്രീൻ കളറിലെല്ലാം തന്നെ നമുക്ക് ഇത്തരത്തിലൊരു ഡോളർ സിമ്പൽ എല്ലാം വരും. അപ്പോൾ ഇങ്ങനെ എല്ലാ വീഡിയോസിനും ഈ മോണിറ്റൈസേഷൻ ഓൺ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു വീഡിയോയിൽ നിന്നുള്ള റവന്യൂ എല്ലാം നമുക്ക് ലഭിക്കുക. അതിനാൽ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മുടെ ആഡ്സ് എല്ലാം തന്നെ ഓൺ ചെയ്യുക എന്നതാണ്. അതിനുശേഷം നമുക്ക് സൂപ്പേഴ്സ് എല്ലാം ഓൺ ചെയ്യാം. അതായത് സൂപ്പർ ചാറ്റ്, സൂപ്പർ താങ്ക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓൺ ചെയ്യാം. ഇനി നിങ്ങൾക്ക് മെമ്പർഷിപ്പും ഓൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എല്ലാം ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൈസ് റേഞ്ച് എല്ലാം സെറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രൈസ് റേഞ്ച് എല്ലാം സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് മെമ്പർഷിപ്പും ഓൺ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത്തരത്തിലെല്ലാമാണ് നമ്മൾ ആദ്യം നമ്മുടെ മോണിറ്റൈസേഷൻ ഓൺ ആയതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ. എന്നാൽ ഇവിടെ ഇവർ ഇത്തരത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഓൺ ചെയ്തിട്ടുണ്ട്. അവരുടെ ഈ അഡ്വർടൈസ്മെൻ്റ് എല്ലാം തന്നെ ഓൺ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് മോണിറ്റൈസേഷൻ ഓൺ എന്ന് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഏൺ എന്ന ടാബിൽ പോയി നമുക്ക് ഇത്തരത്തിൽ എല്ലാ വീഡിയോസിൻ്റെയും, അതായത് ഷോർട്സ് വീഡിയോസിൻ്റെ, ലോങ് വീഡിയോസിൻ്റെ, ഇതിൻ്റെ എല്ലാം തന്നെ മോണിറ്റൈസേഷൻ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ തന്നെ അവൈലബിൾ ആണ്. എന്നാൽ അതിനുശേഷം അവർ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം അവർക്ക് സംഭവിച്ചൊരു കാര്യമെന്ന് പറയുന്നത്, ആ ഒരു വീഡിയോ അതിൽ അവർക്ക് മോണിറ്റൈസേഷൻ കാണുന്നില്ല. അതിനാൽ തന്നെ അവർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, എന്താണ് ഈ ഒരു പ്രശ്നമെന്ന് പറഞ്ഞ്. കാരണം പഴയ വീഡിയോസിനെല്ലാം തന്നെ മോണിറ്റൈസേഷൻ ഈ ഒരു ഗ്രീൻ കളറും എല്ലാം വരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അവർ പുതുതായി അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസിന്, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക്, ഇതിന് അവർ മോണിറ്റൈസേഷൻ ഇത് ഓൺ ചെയ്തിട്ടില്ല എന്നതായിരുന്നു പ്രശ്നം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ആദ്യമായി നമ്മൾ ഇത്തരത്തിൽ മോണിറ്റൈസേഷൻ എല്ലാം ഓൺ ആയവർക്ക് അവർക്ക് ഈ ഒരു കൺഫ്യൂഷൻ എല്ലാം വരാറുണ്ട്. അതായത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്കൊരു അഡീഷണൽ ഓപ്ഷൻ കൂടി ലഭിക്കും. മോണിറ്റൈസ്ഡ് ആയ ചാനലുകൾക്ക് മോണിറ്റൈസേഷൻ ഓൺ എന്ന് വച്ചതിന് ശേഷം വേണം നമ്മൾ ഇത്തരത്തിൽ ഈ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യാൻ. എന്നാൽ മാത്രമാണ് നമുക്ക് ആ വീഡിയോയിൽ നിന്നുള്ള റവന്യൂ എല്ലാം ഇത് നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇവർ ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം അത് അത്ര ശ്രദ്ധിച്ചില്ല. കാരണം ഇത് ആദ്യമായതിനാൽ തന്നെ അത് അവർ അത്ര ശ്രദ്ധിക്കാതെ അപ്ലോഡ് ചെയ്യുകയാണ് ഉണ്ടായത്. ഏകദേശം 500-600 വ്യൂസ് എല്ലാം തന്നെ ആ ഒരു വീഡിയോയിലേക്ക് വന്നതിന് ശേഷം മാത്രമാണ് അവർ ഈ ഒരു കാര്യം നോട്ടീസ് ചെയ്തത്. അതിനാൽ തന്നെ അവർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ മോണിറ്റൈസ്ഡ് ആയ ഒരു ചാനലുകളെല്ലാം അവർ അവരുടെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ മോണിറ്റൈസേഷൻ എന്നത് ഓൺ ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവർക്ക് വന്നിരിക്കുന്ന 600 വ്യൂസ്, അതിൽ നിന്നുള്ള റവന്യൂ ഒന്നും അവർക്ക് ലഭിക്കില്ല. എപ്പോഴാണോ നമ്മൾ ആ മോണിറ്റൈസേഷൻ ഓൺ ചെയ്ത് വയ്ക്കുന്നത്, അതിനുശേഷം ആ വീഡിയോയിലേക്ക് വരുന്ന അതിൽ നിന്നുള്ള ആഡ്സിൽ നിന്നുള്ള റവന്യൂ എല്ലാമാണ് നമുക്ക് ലഭിക്കുക. അതിനാൽ തന്നെ റീസെൻ്റായി നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയതെല്ലാം ആണെങ്കിൽ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിക്കുക. ഇത്തരത്തിൽ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ ചാനലിൽ ചെയ്യാതിരിക്കുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്